വെൽക്കം ടു ഷിമറിംഗ് സ്കൈസ്. ഏവിയേഷൻ ഇൻഡസ്ട്രി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് സാധാരണ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടുമോ, ഡിപ്ലോമ കോഴ്സ് മാൻഡറ്ററി ആണോ, ഗ്രാജുവേഷൻ ആവശ്യമാണോ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ആ ഡൗട്ട്സ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, +2 ക്വാളിഫിക്കേഷൻ മതിയോ? ക്യാബിൻ ക്രൂ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ മതി. വി ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇത് കൂടാതെ പല റിക്വയർമെൻറ്റ്സും ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ്, BMI, ക്ലിയർ സ്കിൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് പ്യുവർലി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ആണ് പല എയർലൈൻസും റിക്വയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്റർനാഷണൽ എയർലൈൻസ്, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, എത്തിഹാദ്, ഇവരുടെയൊക്കെ വെബ്സൈറ്റ് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് എന്നാണ്, ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഏത് ഇന്ത്യയിലാണെങ്കിലും ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും CBSE ആണെങ്കിലും ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്നുള്ളൊരു ഹൈസ്കൂൾ ഡിപ്ലോമ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം, ഡൊമസ്റ്റിക് എയർലൈൻസ് നമ്മൾ ക്യാബിൻ ക്രൂവിൻ്റെ എലിജിബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല എയർലൈനിലും +2 ക്വാളിഫിക്കേഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ക്ലോസ് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വിസ്താരയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ക്യാബിൻ ക്രൂ, ഇഫ് യു ഗോ ആൻഡ് ചെക്ക്, അവിടെ പറയുന്നത് യു ഹാവ് ടു ബി എ +2 ഹോൾഡർ വിത്ത് മിനിമം 60% മാർക്സ് ഇൻ യുവർ +2. അതായത് +2ൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്സ് ഉണ്ടാവണമെന്നാണ് വിസ്താര റിക്വയർ ചെയ്യുന്നത്. ഇത് ടാറ്റ കമ്പനീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു പൊതുവെയുള്ള പോളിസിയാണ്. സിമിലർലി, എയർ ഇന്ത്യ എക്സ്പ്രസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ വാണ്ട് somebody who is a +2 holder from a regular schooling ഓപ്ഷൻ. അതായത് റെഗുലർ സ്കൂളിംഗ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾക്ക് +2 കിട്ടിയിട്ടുണ്ടാവേണ്ടത്. അല്ലാതെ ഓപ്പൺ സ്കൂളിംഗ് അല്ലെങ്കിൽ NIOS അങ്ങനെയുള്ള +2 ഡിപ്ലോമ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇൻഡിഗോ, ഫോർ എക്സാമ്പിൾ, ഇൻഡിഗോൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് സേസ് +2 ഹോൾഡർ ഓർ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്. അപ്പോൾ ഓരോ എയർലൈനും ഓരോ സ്പെസിഫിക് റിക്വയർമെൻറ്റ് കാണുന്നുണ്ട്. സോ വെൻ യു ആർ അപ്ലൈങ് ഫോർ ദി എയർലൈൻ, മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ദീസ് ക്രൈറ്റീരിയസ് വിത്ത് സ്പെഷ്യൽ അറ്റൻഷൻ. ബട്ട് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ ആണ് ക്യാബിൻ ക്രൂവിന് റിക്വയർ ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ വേൾഡ്. Another commonly asked question is, ഏവിയേഷൻ ഡിപ്ലോമ മാൻഡറ്ററി ആണോ അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സ് മാൻഡറ്ററി ആണോ? ഒരിക്കലുമല്ല. ഒരു എയർലൈൻ്റെ വെബ്സൈറ്റിലും ഏവിയേഷൻ ഡിപ്ലോമ മാൻഡറ്ററി ആണെന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. ബി ഇറ്റ് ക്യാബിൻ ക്രൂ, ബി ഇറ്റ് ഗ്രൗണ്ട് സ്റ്റാഫ്. ക്യാബിൻ ക്രൂ ആണെങ്കിൽ നിങ്ങൾ +2 ഹോൾഡർ ആയിരിക്കണം. ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ യു ഹാവ് ടു ബി എ ഗ്രാജുവേറ്റ്. Now, why are aviation diploma courses helpful? They may be helpful if they can provide you the right kind of training. കറക്റ്റ് ട്രെയിനിങ് തരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ സ്കിൽസ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഗ്രൂമിങ്, പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ചൂസ് ദ റൈറ്റ് കോഴ്സ് ആൻഡ് ദ റൈറ്റ് അക്കാഡമി ദറ്റ് ഓഫേഴ്സ് കംപ്ലീറ്റ് സപ്പോർട്ട്. നിങ്ങൾക്കൊരു 100% സപ്പോർട്ട് തരുന്ന ഒരു അക്കാഡമി നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ബട്ട് അതർവൈസ് ദ കോഴ്സ് ഇസ് നോട്ട് മാൻഡറ്ററി. ഇറ്റ് ഡസ് നോട്ട് ഓഫർ യു എനി അഡീഷണൽ പോയിന്റ്സ്. മറ്റൊരു കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗ്രാജുവേഷൻ മാൻഡറ്ററി ആണോ? If you want to become a ground staff, you must be a graduate, be it in an airline or a ground handling agency. എയർലൈൻ ആണെങ്കിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി ആണെങ്കിൽ പോലും ഗ്രാജുവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ക്ലിയർ ദി ഇൻ്റർവ്യൂ ഫോർ ക്യാബിൻ ക്രൂ, ദ ബെസ്റ്റ് തിങ് യു കെൻ ഡു ഇസ് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കയറാം. നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് ഒരു എയർലൈനിൽ കയറി കഴിഞ്ഞാൽ within 6 months or 1 year, you gain certain experience. You will improve your communication skills, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ആവും. Then you can again attempt for a cabin crew interview where നിങ്ങളുടെ ഈ പറഞ്ഞ എക്സ്പീരിയൻസും ഈ സ്കിൽസും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. So which is why we ensure or we try to insist that you have to be a graduate before doing a diploma course, because then that way you have at least a minimum guarantee നിങ്ങളുടെ കയ്യിലുണ്ട്. If you're not able to become a cabin crew, you can always work as a ground staff, gain experience, improve your skills, and then apply for the cabin crew interviews again. Now, we have several students who have done that in our academy. If you ask, if you look around, നിങ്ങൾ തന്നെ ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതായത് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂസ് ഇനീഷ്യലി അറ്റംപ്റ്റ് ചെയ്തിട്ട് ത്രൂ ആവാൻ പറ്റാത്തപ്പോൾ ഗ്രൗണ്ടിൽ കയറി, ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി, ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ദേ ഗെറ്റ് ത്രൂ ദി ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂസ്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് 2 ഓപ്ഷൻസ് ഇൻ യുവർ ഹാൻഡ്. Whereas നിങ്ങൾ +2 കഴിഞ്ഞിട്ടൊരു ഡിപ്ലോമ ചെയ്യുമ്പോൾ you only have one option. The only option you have is to go for a cabin crew interview. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷനിൽ യു മസ്റ്റ് ഓൾസോ തിങ്ക് അബൌട്ട് പ്രാക്ടിക്കൽ സെൻസ് മാത്രമല്ല, നിങ്ങളുടെ ഒരു മെൻറ്റൽ സ്റ്റേറ്റും കൂടെ ആലോചിക്കണം. ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി ബീങ് റിജക്റ്റഡ് അറ്റ് എൻ ഇൻ്റർവ്യൂ, ഇറ്റ് വിൽ എഫക്ട് യുവർ മെൻറ്റാലിറ്റി, ഇറ്റ് വിൽ എഫക്ട് യുവർ മെൻറ്റൽ സ്റ്റേറ്റ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂസ് കൊടുക്കാതെയാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഡൈവേർട്ട് ചെയ്ത് പോയി കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലി ചെയ്യുക. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് കേസസ് ഞാൻ
പേഴ്സണലി കണ്ടിട്ടുണ്ട്. So which is why we insist that it is always better to be a graduate before you try for the aviation industry. നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതോ എടുക്കാത്തതോ ഇറ്റ് ഇസ് അപ് ടു യു. ബട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആംബിഷൻ ക്രൂ ആവുക എന്നുള്ളതാണെങ്കിൽ പോലും be a graduate so that it will get you an entry into the aviation industry. Once you enter the industry, from there you can work upwards rather than being outsider. Without a graduation, you will always stand outside and then wait for your opportunity to come by. So it is always better to be a graduate if you're planning to get into the aviation industry, be it as a crew or as a ground staff. So as usual, ഈ സെക്ഷനിൽ നമ്മൾ കോമന്റ് ബോക്സിൽ വന്ന ക്വയറീസിൻ്റെ ആൻസേഴ്സ് ആണ് കൊടുക്കുന്നത്. നവ്യ ഉണ്ണി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറയാമോ. So I'm sure you know the commonly asked interview questions. For example, tell us about yourself, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ വേറൊരു രീതിയിലും ചോദിക്കാം. പ്ലീസ് വാക്ക് us through your CV and highlight your strengths. ഈ ക്വസ്റ്റ്യൻ കേട്ടുകഴിഞ്ഞാൽ ആരും പേടിക്കണ്ട. ഇറ്റ് ഇസ് ബേസിക്കലി യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ദാറ്റ് ദേ ആർ ആസ്കിങ് യു ഇൻ എ ഡിഫറെൻറ്റ് വേ. നിങ്ങളുടെ കോംപ്രിഹെൻഷൻ കൂടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു രീതിയിൽ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. Other questions are, why should we hire you? Why do you want to become a cabin crew? What do you know about us? ഇങ്ങനത്തെ കുറച്ച് questions commonly asked questions ആണ്. So let us discuss some not so common questions. Now, as you know, ഒരുപാട് international airlines ഇപ്പോൾ hire ചെയ്യുന്നുണ്ട്. Gulf Air is coming. Cathay Pacific has already done one round. Qatar Airways has been doing a couple of walk-in interviews or selection drives. So what are some questions that international airlines ask? One of the famous questions, or one of the most popular questions amongst international airlines is, are you able to work in a multicultural environment? International airline number namakkariyam, avarude cabin crew team will always have crew members from different parts of the world. So they would like to know if you are able to work with such a team which encompasses of people from different parts of the world. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കോണ്ടന്റ്. നിങ്ങൾക്ക് മൾട്ടികൾച്ചറൽ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ മൾട്ടികൾച്ചറൽ ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ. Another question is, are you willing to relocate? So basically നമുക്കറിയാം ഈ ഇന്റർനാഷണൽ എയർലൈൻസിനെല്ലാം ബേസ് ഒരു അവരുടെ ഹോം കൺട്രിയിലായിരിക്കും. ഖത്തർ എയർവേസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ദോഹ, ഗൾഫ് എയർ ഹാസ് their base in Bahrain, Cathay Pacific has a base in Hong Kong. So they are asking you if you are willing to move. അപ്പോൾ അതിനൊരു പോസിറ്റീവ് റിപ്ലൈ നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കണം. We should never say that, oh, it might be difficult but I will do it. അങ്ങനത്തെ ആൻസേഴ്സ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. You have to give them a very positive reply saying that, yes, I would be very excited to have this opportunity to move to a different country, live there, understand their culture or be part of the culture, and I'm very excited and I look forward to it. അങ്ങനത്തെ ഒരു ആൻസർ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ is, are you adaptable and flexible? So this is one of the questions that a lot of international airlines like to ask. Another question might be, what do you know about our airline? എപ്പോഴും ഒരു എയർലൈനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബേസിക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കൺവേ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്ന്, ഫൗണ്ടിങ് ഇയർ ഏതാണ്, ഹൂ ഇസ് ദ CEO, what is the number of their fleet size. Fleet size basically means the number of aircraft that an airline has, number of destinations, and also any awards or recognitions that this particular airline has received. മറ്റൊരു ക്വസ്റ്റ്യൻ എയർലൈൻസ് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളത്, if you're experienced especially, they might ask you to share an incident where you delivered exceptional customer service. Groundilo അല്ലെങ്കിൽ cabin crew തന്നെ, if you're looking for an international airline, they might ask you, please tell us about a time where you delivered exceptional customer service. അതായത് നിങ്ങൾ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ഒരാൾക്ക് നിങ്ങൾ ഡെലിവർ ചെയ്തൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. If you are a fresher, they might ask you the same question in a different way. Tell us about a time where you received exceptional കസ്റ്റമർ സർവീസ്. അപ്പോൾ നിങ്ങൾക്ക് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് കിട്ടിയൊരു സമയത്തിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ വെൻ യു ആൻസർ ദിസ്, ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് യു ആർ ഗോയിങ് ടു talk about is a time where somebody has gone the extra mile or you have gone the extra mile. നിങ്ങൾ ആസ് പെർ ദ ബുക്ക് ഫോളോ ചെയ്തൊരു ഇൻസിഡൻ്റ് ആണ് നിങ്ങൾ നെറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ you will not get much of a positive response from them because they are not looking for what you're supposed to do. You need to highlight an incident where you have done something more than what your responsibilities are, or the other person has done something more than what their responsibilities are. അപ്പം അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ if you have something that has happened to you, try and talk about that particular incident. That's all for today, and we'll see you soon with another.